വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആയിട്ടൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഹൈലൈറ്റ് മാളിലേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ നല്ല ഭംഗിയുള്ള ക്രിസ്മസ് ട്രീയും സ്നോമാനൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ നമ്മളെ സാന്റാക്ലോസ് നമ്മളെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആമി ഭയങ്കര ഹാപ്പി അതോട് കൂടിയിട്ട്. കാരണം മേരി ക്രിസ്മസ് ഒക്കെ പറഞ്ഞ് ആൾ സാന്റാക്ലോസിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഫുൾ ചില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ പെട്ടെന്നുണ്ടായ തീരുമാനമാണ് അവിടുത്തെ സ്നോ ഫാൻറ്റസിയിലൊന്ന് പോവാം. അത് ഇതുവരെ ആരും കയറിയിട്ടില്ല അവിടെ. ജസ്റ്റ് സ്നോ ഫാൻറ്റസിയിൽ പോവാം, എന്തായാലും ക്രിസ്മസ് ഒക്കെ അല്ലേ, ഒരു സ്നോയിലൊക്കെ കളിക്കാം എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങളെല്ലാവരും പോയി. ജാക്കറ്റും ഗ്ലൗസും ബൂട്ടും അതേപോലെ തന്നെ സോക്സും എല്ലാം അവരെന്നെ പ്രൊവൈഡ് ചെയ്തു. കാരണം ആമിയൊന്നും ഇതുവരെ സ്നോയിൽ കളിച്ചിട്ടില്ല. ആമിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ആൾ അത് തീരുമാനിച്ചപ്പോൾ. ആളുടെ ഒരൊറ്റ നിർബന്ധമായിരുന്നു പോവാമെന്ന് പറഞ്ഞിട്ട് കണ്ടപ്പോൾ. അങ്ങനെ ഞങ്ങളവിടെ എത്തി. അമ്മി എവിടേക്കാണ് പോകണം? അമ്മി ഇത് എല്ലാവരും റെഡി ആയിട്ട് കേട്ടോ. ഇതെല്ലാവരും എങ്ങനെയുണ്ട് അമ്മി? ആമി ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ്. നമ്മൾ സ്നോ ഫാൻറ്റസിയിൽ എൻ്റർ ചെയ്യാൻ പോവാണ്. കയറിക്കോ ആമി, കയറിക്കോ ഗൈസ്. അപ്പോൾ നമ്മളിതാ നമ്മുടെ സ്നോ ഫാൻറ്റസിയുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തു. എല്ലാവരും കോട്ടും ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. കാരണം അല്ലാതെ പറ്റില്ല. അവർ പറയുന്നത് ഏകദേശം -10 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ ഉള്ളിലെന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ആദ്യമായിട്ട് തന്നെ എല്ലാവരും ഈ സ്നോയിൽ കളിക്കണം എന്നുള്ള ആമിയുടെയൊക്കെ എപ്പോഴത്തെ ഒരു ആഗ്രഹമായിരുന്നു. ആമി എപ്പോഴും പറയും നമുക്ക് സ്നോയിൽ പോവാം, സ്നോയിൽ കളിക്കാം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷേ ഫസ്റ്റ് ടൈമാണ്. എന്തായാലും ആൾ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. ആളവിടെ എത്തിയതും മഞ്ഞൊക്കെ എടുത്ത് എറിയാനും ഫുൾ കളിയായി തുടങ്ങി. കാരണം നല്ല തണുപ്പാണ്. കാരണം എനിക്കിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ തന്നെ ഞാൻ ഈ ഗ്ലൗസ് ഇടാതെ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഈ ഗ്ലൗസ് നമ്മൾ ഇട്ടിട്ടില്ലെങ്കിൽ കൈയൊക്കെ അങ്ങനെ മരവിച്ച് പോണ ഒരു അവസ്ഥ. നല്ല തണുപ്പുണ്ട്. ഇതിലിപ്പോൾ ആകെ ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ ഞങ്ങളിത് പ്ലാൻ ചെയ്ത് വരാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു പാൻസ് അവിടെ കിട്ടുന്നു. അപ്പോൾ ആമി ആക്ച്വലി ഒരു ഷോർട്ടായിട്ടുള്ളൊരു ഡ്രസ്സായിട്ടിരുന്നു, ഒരു ഉടുപ്പായിട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ജാക്കറ്റും ഗ്ലൗസും ഷൂസും സോക്സൊക്കെ അവർ തന്നു. എന്നാലും അതിൻ്റെ ബോട്ടം ഉണ്ടായിരുന്നില്ല ആമിക്ക്. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നത് ഭയങ്കരമായിട്ട് തണുക്കുണ്ടാവും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ആമിയോട് തണുക്കുണ്ടോ എന്ന് ചോദിച്ചാലും ആമി മൈൻഡ് ചെയ്യണ പോലും ഇല്ല. കണ്ട ആളെ വേറെ ഏതോ ഒരു ലോകത്ത് എത്തിപ്പെട്ട പോലെ ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ നടക്കുകയാണ്. കുട്ടികളുടെ ഒപ്പം ഫുൾ ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഇവിടെ ഒരു വീട് പോലെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ സൈഡിൽ. അതിൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ കുട്ടികൾ കളിക്കാനുള്ള ചെറിയൊരു ഏരിയ ഉണ്ട്. അമ്മയും കൂടി ഫുള്ള് മഞ്ഞൊക്കെ എടുത്ത് ഫുള്ള് കളിയാട്ട സ്നോയിൽ. കാരണം ഗ്ലൗസ് ഇല്ലാതെ തൊടാൻ പറ്റില്ല. കാരണം നല്ല തണുപ്പാണ്. നല്ല തണുപ്പാണ്. കാരണം അവർ AC വെച്ചിട്ട് അത് അങ്ങനെ തണുപ്പിച്ച് വെക്കുകയാണ് ആ ഒരു ഏരിയ മൊത്തം. ഏകദേശം നല്ല -10 ഡിഗ്രി തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. ഇതെന്താ വെച്ചാൽ ഒരു വീട് പോലെ സെറ്റപ്പ് അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഒരു തൂക്കുപാലും സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം താഴ്ന്ന് നോക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു സ്ലൈഡിങ് കണ്ടായിരുന്നു, ഇങ്ങനെ റൗണ്ടിൽ. ഒരു തൂക്കുപാലുണ്ട്. തൂക്കുപാലത്തിൻ്റെ കൂടി പോയാൽ അപ്പുറത്താണ് ആ സ്ലൈഡിങ് തോന്നുന്നത്. ആ സ്ലൈഡിങ് കണ്ടിട്ടാണ് ആൾ ആ താഴ്ത്തുനിന്ന് മേലേക്ക് കയറി വരാൻ തന്നെ കാരണം കേട്ടോ. ആമി റെഡിയാണോ? ഓക്കെ. ഇതാ ആമി സ്ലൈഡിങ്ങിന് പോവുകയാണ് ഗൈസ്. താഴത്തേക്ക് പോയി. അയ്യോ, തണുത്തിട്ട് രക്ഷയുണ്ടാവില്ല അവൾക്ക്. കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്ത് വരാത്തതുകൊണ്ട് നമ്മൾ ആക്ച്വലി ബോട്ടം അവിടെ കിട്ടുമെന്ന് വിചാരിച്ചു. ആക്ച്വലി ബോട്ടം ഉണ്ടായിരുന്നില്ല. അത് ലൈറ്റൊക്കെ ഇട്ടല്ല അവർ. ഓക്കെ, ലൈറ്റൊക്കെ ഇട്ട് അവർ ഫുൾ നമ്മൾ എൻ്റർ ചെയ്ത സമയത്ത് ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അവർ ലൈറ്റൊക്കെ ഓണാക്കി പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാരണം ആളുകൾ വരാൻ തുടങ്ങി. ഞങ്ങൾ വരുമ്പോൾ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ആളുകൾ കുറച്ച് കൂടുതൽ ഫാമിലീസും കുട്ടികളൊക്കെ കയറാൻ തുടങ്ങി. അപ്പോൾ ഊഞ്ഞാലൊക്കെ ആടി ആമി ഫുള്ള് ഹാപ്പിയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെ നമ്മളൊരു ഇഗ്ലു കണ്ടു കേട്ടോ. അപ്പോൾ ആ ഇഗ്ലു കണ്ടപ്പോൾ ആൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. ഇഗ്ലു കണ്ടപ്പോൾ ആൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ളൊരു ബ്ലൂ ലൈറ്റ് പോലെയാണ് കൈസ്. അപ്പോൾ നല്ല തണുപ്പുണ്ട്. നമുക്ക് അധിക നേരം ഈ ക്യാമറ എത്രത്തോളം എനിക്ക് എടുക്കാൻ പറ്റും തോന്നുന്നില്ല. അപ്പോൾ ഏകദേശം നമ്മൾ പുറത്തേക്ക് പോയാലോ എന്ന് ആലോചിക്കുകയാണ്. സംഭവം എന്താ വെച്ചാൽ ആമിക്ക് നല്ല തണുക്കുന്നുണ്ട് ആൾക്ക്. കാരണം ആൾ പുറത്തേക്ക് പോകാൻ കൂട്ടാക്കുന്നില്ല നമ്മളെത്ര പറഞ്ഞിട്ടും. ആൾ കണ്ട അങ്ങനെ വിളിക്കുമ്പോഴും ആൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക.
അവിടെ കാണുന്ന പെൻഗ്വിൻ്റെയും ഇഗ്ലൂൻ്റെ അടുത്തേക്കൊക്കെ എന്തായാലും ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് നല്ല എക്സൈറ്റ്മെൻറ്റിലായിരിക്കും ആൾ. അപ്പോൾ നമ്മൾ ഇനി 1 മണിക്കൂർ നമുക്ക് സമയമുണ്ട്, പക്ഷെ നമ്മൾ ഏകദേശം അരമണിക്കൂർ ആയിട്ടാണ്. നമ്മളിപ്പോൾ ഇനി പുറത്തേക്ക് പോകാൻ തോന്നുന്നു. കാരണം ആമി ഇവിടെ ഒരു ചെറിയൊരു ഇവിടെ സ്നോ ഇല്ല, അങ്ങനെ ജസ്റ്റ് സ്പോഞ്ചിൻ്റെ അങ്ങനെ കുറേ ഇതുള്ളൂ. അവിടെ ചെറിയൊരു സ്ലൈഡിങ് ഉണ്ട്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തേക്ക് പോകാൻ തോന്നുന്നു, കാരണം നല്ല തണുപ്പുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും വന്നിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. ആരും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ബാക്കിയുള്ളവരൊക്കെ ലൈക്ക് അടിക്കണം. എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചെയ്യണം. അപ്പോൾ ബൈ.